റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കൊടുക്കാൻ പോവുക. കൊടുത്തില്ലേ? കൊടുത്തിട്ടുണ്ട്. ലോഡാവുക. പൂജാബി എത്തിച്ചേർന്ന് അമ്മേ. നോക്ക് ഗ്രൂപ്പ് മദേഴ്സ് ഡേ എല്ലാം കത്തണം ഗൈസ്. അപ്പൊ എന്റെ റിസൾട്ട് വന്നു ഗൈസ്. ഇവിടെ ടെൻഷൻ അടിച്ചിരുന്നതാണ് ഗൈസ്. എന്തായാലും പാസ്സായിട്ടുണ്ട്. പാസ്സായി. അതെ. എനിക്ക് കോളുകളൊക്കെ വരുന്നുണ്ട്. അങ്ങോട്ട് വരണോ ഗൈസ്? എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്. പാസ്സായിട്ടുണ്ട്. ഇത് എന്റെ പേര് തന്നെയാണ്. നിക്ക് അതും കൂടെ ഞാൻ കാണിക്കാം. പൂജ ബി 2000 എന്റെ ആണ്. പാസ്സായിട്ടുണ്ട്. ഓക്കെ. അതെ. അപ്പം പിന്നെ A+ ഒന്നും അല്ല കാര്യം, മാർക്കിലാണ്. എന്താ ഞാൻ പാസ്സായിട്ടുണ്ട്. എനിക്ക് പേടിയായിരുന്നു സത്യം പറഞ്ഞാൽ പാസ്സാവൂ ഇല്ലയോ എന്നുള്ള പേടിയായിരുന്നു. പക്ഷെ ഞാൻ പാസ്സായി. എനിക്ക് ഇനി ഹയർ സ്റ്റഡീസിലേക്ക് പോവാം. പിന്നെ അമ്മയൊക്കെ വന്നിട്ട് എന്താ അമ്മയെ വിളിച്ച അമ്മയോട് പറഞ്ഞു ഇനി അമ്മയൊക്കെ പെർസെന്റേജ് കൂട്ടി. അപ്പൊ കൂട്ടിയിട്ട് എന്റെ പെർസെന്റേജ് എനിക്ക് കിട്ടിയത് 90.67% പെർസെന്റേജ് വന്നേക്കുന്നത്. അപ്പോ റിസൾട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് കമന്റിലും ഷോർട്സിലും വന്ന് ചോദിച്ചു എന്താ റിസൾട്ട് പറയാത്തേന്ന്. അപ്പോൾ ഞാൻ ജയിച്ചു. എലിജിബിൾ ആണ് അടുത്ത ഹയർ സ്റ്റഡീസിന് പോവാൻ. അപ്പം ടോട്ടൽ എന്റെ പെർസെന്റേജ് 90.67%. നീ എന്തായാലും മേടിച്ചു കൊടുക്കാൻ നീ പോണത് നീ ഏത് ഒഴിക്കോ പൊക്കോ. ഞാൻ കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടാ. കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം. നിങ്ങളിതൊന്ന് 64% എങ്ങാണ്ടാണ്. ഞാനത് ഇപ്പൊ ഞാൻ റിസൾട്ട് എടുത്ത് ക്ലിയർ ചെയ്ത് തരാം. കിട്ടി മക്കളെ, കിട്ടി. പൂജ അമലിന് പൂജയുടെ +2 റിസൾട്ട് കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ എന്തായാലും ഇവിടെ ഒന്ന് കൊടുക്കാം. നിങ്ങളിതൊന്ന് കാണണം. പൂജ ബി. സ്കൂൾ കോഡ് ഇതാണ്. ഡാറ്റ ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പ് സയൻസ് ആണ് കേട്ടോ. സയൻസ് എടുത്താണ് മോള് പഠിച്ചിട്ടുള്ളത്. ഓക്കെ. ഇംഗ്ലീഷിന്റെ C മാർക്കാണ് ഇവിടെ കിടക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 52, മലയാളത്തിന് 74, ഫിസിക്സിന് 30, കെമിസ്ട്രിക്ക് 26, ബയോളജിക്ക് 23, മാത്സിന് 35. ഓ വാട്ട് എ സാഡ്. ഇതെന്താ എറിഞ്ചു വാ. അടുത്ത് ഇംഗ്ലീഷിന് സെക്കൻഡ് ഇയറിൽ വന്നിട്ട് ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ ഓക്കെ ഇതാടക്കണം. ഫസ്റ്റ് ഇയർ അങ്ങനെ ടോട്ടല് ഇത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡ് ഇയർ ഇത് ഇവിടെ ഇത് കോപ്പ് ഗ്രാൻഡ് ടോട്ടൽ. ഓക്കെ. അടുത്ത അങ്ങനെ ഇംഗ്ലീഷിന് കിട്ടിയിട്ടുള്ളത് B ഗ്രേഡാണ്. കണ്ടല്ലോ. ഇംഗ്ലീഷ് പ്ലസ്, കെമിസ്ട്രിക്ക് C+, ഇതേതാ ബയോളജിക്ക് B, മാത്തമാറ്റിക്സിന് C+. ഇതിൽ ഉള്ളതിൽ കുറച്ചെങ്കിലും മാർക്കുള്ളത് മലയാളത്തിന് A. ഇവക്ക് കിട്ടിയിട്ടുള്ള ഗ്രാൻഡ് ടോട്ടല് 771. നിനക്ക് എങ്ങനെ 90% മാർക്ക് കിട്ടി? നീ എനിക്ക് കണക്കൊന്നും പഠിപ്പിച്ചു തരണം. നീ പഠിച്ച സ്കൂളിൽ ഏത് സ്കൂളാണെന്ന് എനിക്കറിയത്തില്ല. അവിടെ എന്താണ് നിന്നെ കണക്ക് പഠിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞില്ല. നിനക്ക് കണക്കിനുള്ള മാർക്ക് C+ ആണ്. ഓക്കെ. നിനക്ക് C മാർക്കെങ്കിലും നേരെ തന്നിട്ടുണ്ട് അവർ. നോക്കട്ടെ. C മാർക്ക് ഫസ്റ്റ് ഇയർ അത്യാവശ്യം പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇയർ മൊത്തത്തിൽ ടോട്ടൽ ഗ്രാൻഡ് ടോട്ടൽ ഇംഗ്ലീഷിന് 128, മലയാളത്തിന് 200 കണക്ക് പോകുന്നത് കേട്ടോ. ഇംഗ്ലീഷിന് 128, മലയാളത്തിന് 179, ഫിസിക്സിന് 117, കെമിസ്ട്രിക്ക് 118, ബയോളജിക്ക് 122, മാത്തമാറ്റിക്സിന് 107 മാർക്ക്. ഇതാണ് ടോട്ടൽ 2 ഇയറും കൂടി ഒക്കെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. എന്നിട്ട് ഇവളെന്ന് പറയുന്നത് എനിക്ക് 90% മാർക്കുണ്ട്. A+ലൊന്നും കാര്യമില്ല, 90% മാർക്കുണ്ടെന്ന്. അവിടെ തന്നെ ഉടായ്പകളെല്ലാം പൊളിഞ്ഞടുങ്ങി തരിപ്പണമായിട്ടുണ്ട്. അപ്പൊ മാർക്ക് കാണാത്തവർക്കൊക്കെ മാർക്കുകളൊക്കെ ഇരുന്ന് കാണാം. എന്തിനാ പൂജയെ കുട്ടി മോളെ ഇങ്ങനെ കള്ളം പറയുന്നത്? എന്തിനാ നീ നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നത്? കണ്ട ആരൊക്കെയോ നിന്റെ കമന്റ് ബോക്സിൽ കൊണ്ട് രജിസ്റ്റർ നമ്പറൊക്കെ അടിച്ചു വെച്ചിരുന്നു. ഞാൻ ചുമ്മാ ഒരു തപ്പി നോക്കിയപ്പോൾ ഉള്ളതാ. അല്ല ആവശ്യമുണ്ടായിരുന്നു ഇതിന്റെ. എന്തായാലും കൊള്ളാം. മോട്ടിവേഷൻ മുക്കുത്തിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ പൂജ അമലിന്റെ പൂജ.